ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ് മെയ്ഡ് ഇൻ ഇന്ത്യ എ ടൈറ്റൻ സ്റ്റോറി. എന്നെ സംബന്ധിച്ചിടത്തോളം 2026 ഇതുവരെ കണ്ടതിൽ ദി ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് വെബ് സീരീസ് എന്നൊക്കെ പറയാവുന്ന ആമസോണിൽ റിലീസായിട്ടുള്ള വെബ് സീരീസാണ്. ബിഞ്ച് വാച്ച് ചെയ്ത സാധാരണ ത്രില്ലർ സിനിമകളും സസ്പെൻസും ഒക്കെയാണ് ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുന്ന് എല്ലാം കണ്ടു തീർക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 6 എപ്പിസോഡ്, ഓൾമോസ്റ്റ് 50 to 1 hour അടുപ്പിച്ച് വരുന്ന ഓരോ എപ്പിസോഡുകൾ മുഴുവൻ ഇരുന്ന് ഒറ്റയടിക്ക് കണ്ട് തീർത്ത് ഇമോഷണലി അതിനകത്ത് ഇൻവോൾവായി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഭയങ്കര പാസ്റ്റിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോയി. നമ്മുടെ നൊസ്റ്റാൾജിയ ഉണ്ട്. 90s ജനിച്ച ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ കാലഘട്ടത്തിലെ ടൈറ്റൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ബയോഗ്രഫിക്കൽ ഡ്രാമ എന്നുള്ള വിഭാഗത്തിൽ വേണമെങ്കിൽ നമുക്ക് പെടുത്താം. തീർച്ചയായിട്ടും അതെ, ആ വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരി ഒരു കോർപ്പറേറ്റ് വേൾഡ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ കാണണം, അതും അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സൗഹൃദങ്ങൾ, വർക്ക് പ്ലേസിലെ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ മെൻറ്ററിങ്. JRD ടാറ്റയും സെറസ് ദേശായി പുള്ളിയുടെ പ്രൊനൗൺസിയേഷൻ പലരും ആ പേര് ഈ വെബ് സീരീസിൽ തന്നെ റിയൽ ലൈഫിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ ആ മെൻറ്ററിങ്ങും ആ ഒരു കറക്റ്റ് ഡിസിഷൻ മേക്കിങ്ങും, തോൽവികൾ വരുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നത്, ഇതൊക്കെ ഒരു വെബ് സീരീസിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ അടിതെറ്റി വീണിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പ് തരുന്ന രീതിയിലൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ളൊരു വെബ് സീരീസ്. ഇത് എൻ്റെ ടേക്ക് അവേ ആണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹെവിലി ഇൻവെസ്റ്റഡ് ആയിപ്പോയി ഈ 6 എപ്പിസോഡ് കണ്ടു തീർത്തപ്പോൾ. ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഗൂസ് ബംസ് തരുന്നുണ്ട് ചില മൊമെൻറ്റിൽ. നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ വിൽ പവർ, ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി, അവർക്ക് ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരുപാട് കമ്പനികൾക്കുണ്ടായിരിക്കാം. TVSനെ പറ്റിയൊക്കെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പണ്ട് കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും ടാറ്റയുടെ ആ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രദേശത്ത് ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതി, ഹാറ്റ്സ് ഓഫ്. ഇത് അത്രയും കിടിലമായിട്ടാണ് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് റോബി ഗ്രവാൾ, സ്റ്റാറിങ് നസറുദ്ദീൻ ഷാ ആസ് JRD ടാറ്റ. പുള്ളി എന്താ പറയുക, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ. നിശബ്ദം എന്ന് പറഞ്ഞൊരു മൂവിയാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായി പുള്ളിയുടെ കാണുന്നതോ അതോ കണ്ട് കിളി പറന്നു പോയതോ. നിശബ്ദം തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. പുള്ളി അതിനകത്ത് അന്ധനാണ്. അത്രയും കൺവിൻസിങ് ആയിട്ടുള്ള, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ പോർട്രേ ചെയ്യുന്നു. പുള്ളി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. പുള്ളി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ നസറുദ്ദീൻ ഷായുടെ ദേഷ്യമൊക്കെ അതിനകത്ത് കാണിക്കുന്നൊരു ഇതൊക്കെയുണ്ട്, വേറെ ലെവൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സെപ്ഷണൽ ആക്ടറുള്ള, പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് പെട്ടെന്ന് വരുന്നത് മൊഹറയാണ്. മൊഹറയ്ക്കകത്തെ വില്ലൻ, അതൊക്കെ പുള്ളി വെറുതെ വന്നിട്ട് ടൈം പാസിന് ചെയ്ത പോലത്തെ റോളാണ്. പക്ഷെ എന്ത് കൺവിൻസിങ് ആണ് ആ മനുഷ്യൻ. അങ്ങനെ ഒത്തിരി ഒത്തിരി റോളുകൾ. ഇപ്പോൾ വെനസ്ഡേ എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് ലിബർട്ടിയൊക്കെ ഉള്ളൊരു ഇതാണെങ്കിൽ കൂടിയും അതിനകത്തുള്ള പുള്ളിയുടെ പെർഫോമൻസ് അങ്ങനെ എടുത്തു പറയാൻ നമുക്ക് നസറുദ്ദീൻ ഷായുടെ എന്ന് പറയുന്ന ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ ഇതിനകത്ത് പുള്ളി ജസ്റ്റ് വന്ന് പുള്ളിയായിട്ട് അങ്ങ് നിന്ന് ആ ഒരു സ്റ്റൈലിൽ പുള്ളിയുടെ ആ ഇംഗ്ലീഷ് കോൺവെർസേഷനൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. പുള്ളിക്ക് അത്രയും ഉണ്ട്. പുള്ളിക്ക് അതിനകത്ത് നല്ല പാണ്ഡിത്യമുണ്ട്. പുള്ളി സംസാരിക്കുന്നതും ഇൻ്റർവ്യൂസിൽ കേൾക്കുന്നതും ഒക്കെ ഭയങ്കര രസമാണ്, ഭയങ്കര കൺവിൻസിങ് ആണ്. അപ്പോൾ ആ മനുഷ്യൻ JRD ടാറ്റയായിട്ട് മാറുമ്പോൾ ഒരു പക്ഷേ JRD ടാറ്റയുടെ റിയൽ ഫോട്ടോഗ്രാഫ് ഏറ്റവും അവസാനം കാണിക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റിയ ആൾ നസറുദ്ദീൻ ഷാ തന്നെയാണ്. പുള്ളി അത് എക്സെപ്ഷനലി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓറയുണ്ട്, നസറുദ്ദീൻ ഷായുടെ ഒരു ഓറയുണ്ട്. സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പുള്ളിയുടെ ചില നോട്ടങ്ങളൊക്കെ ഉണ്ട്. പുള്ളി പറയുന്ന കാര്യവുമായിട്ട് ഒരാൾ അലൈൻ ചെയ്ത് സംസാരിക്കുമ്പോൾ ആ പുള്ളിയെ നോക്കുന്നത്, ഹ്യൂമിലിയേറ്റ് ആകുമ്പോൾ പുള്ളിയുടെ ഇങ്ങനെ മുഖത്ത് കാണാം ആ ദേഷ്യം വരുന്നത്. അങ്ങനെ പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്ന വേഷം ജിം ഷാർപ്പ് എന്ന് പറഞ്ഞിട്ട്, ഈ പുള്ളിയെ ഞാൻ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. വലിയൊരു ആക്ടറായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ സരസ് ദേശായി ആയിട്ട് പുള്ളിയുടെ ആ പകർന്നാട്ടം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒൺലി പ്രോബ്ലം ഈസ് ഈ പുള്ളിക്ക് നല്ല മുടിയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പുള്ളി കഷണ്ടി വരുത്താൻ വേണ്ടിയിട്ട് നടുക്കലത്ത് ഇത്രയും ഭാഗം ഷേവ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അപ്പം ആ നോട്ടം ഇങ്ങനെ തലയിൽ സ്റ്റക്കാവും. അത് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് ഈ വെബ് സീരീസിൽ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. ഞാൻ പുള്ളിയുടെ ഉച്ചം തലയിൽ ഇങ്ങനെ അവിടെ ഇനിയും മുടി വളരുന്നുണ്ടല്ലോ, കുറച്ചുകൂടെ ഷേവ് ചെയ്യേണ്ട ഇതുണ്ടായിരുന്നുള്ളൂ എന്ന് നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ ഇതിനകത്ത് ഇവർ
എന്താ പറയുക, ഈ ടൈറ്റനിലേക്ക് എത്തിപ്പെടുന്ന ഇതിനകത്ത് ഒരുപാട്, അതാണ് പറയുന്നത്. അതായത് ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് പോയി ഒരു വാച്ച് നിർമ്മിച്ചു അങ്ങനെയല്ല, ഒരുപാട് ഹ്യൂമിലിയേഷൻസ് ഉണ്ട്, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. ഇതിൻ്റെ ടീം അസംബിൾ ചെയ്യുന്ന വെറും 4 പേരിൽ, അതായത് ഒരു പ്രൊജക്ട് മാനേജർ, പുള്ളിയുടെ അടിയിൽ ഒരു സൈറ്റ് സൂപ്പർവൈസർ, ഒരു എഞ്ചിനീയർ, ഒരു മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെ തുടങ്ങുന്നത് ഒരു വലിയ കമ്പനി ആയിട്ട് മാറുക. അങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ഒരു രക്ഷയില്ല. ക്യാൻ ഇന്ത്യൻസ് മേക്ക് എ വേൾഡ് സ്റ്റാൻഡേർഡ് വാച്ച് എന്ന് ചോദിക്കുന്നിടത്ത് കഥ തുടങ്ങി, അവിടെ ഹ്യൂമിലിയേറ്റ് ആയി, അതിനുശേഷം ഈ കഥ ഇങ്ങനെ എക്സ്പാൻഡായി പോയി. നമ്മൾ HMT ആയിട്ട്, അതായത് ടൈറ്റൻ HMT ആയിട്ട് മത്സരിക്കുന്നു. HMT ഉണ്ടാക്കുന്ന വാച്ചുകൾ എന്ന് പറയുന്നത് പഴയ വൈൻഡിങ് ടൈപ്പ് വാച്ചാണ്. അപ്പോൾ ഇവർ കോഡ്സ്, ഇതിനകത്ത് കുറച്ച് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഇതിൻ്റെ അക്സെപ്റ്റൻസ്, ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ വരുന്ന ഇഷ്യൂസ്, ഇതിൻ്റെ ടാക്സ് ഇഷ്യൂസ് പറയണമെങ്കിൽ ഇന്നൊരു ദിവസം ക്യാമറ തുറന്നു വെച്ച് ഈ വെബ് സീരീസിനെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കാം. ബട്ട് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു പക്ഷേ ആർക്കെങ്കിലും, ഞാൻ ഒരിക്കലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം, അല്ലെങ്കിൽ ഇതിങ്ങനെ കാണണം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരാളാണ്. എൻ്റെ അനുഭവം പറയുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് അവേ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്കൊരു പേഴ്സണൽ കണക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഈ നമ്മുടെ 90കളിലെ ആഡ്സും കാര്യങ്ങളും ഒക്കെ മറന്നുപോയൊരു സംഭവമുണ്ട്. ഞാനത് ഇവിടെ അതിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യുന്നില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളത് അനുഭവിക്കുക. ഒരു പിവറ്റൽ പോയിന്റിൽ ഇതിന് വേണ്ടിയിട്ട്, ഒരു ആഡ്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സംഗീതം ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർക്കിത് കത്തും, ചിലർക്കിത് ഈ സിനിമ കാണുമ്പോഴായിരിക്കും ഓർമ്മ വരിക, എന്നെ പോലെ വെബ് സീരീസ് കാണുമ്പോൾ. ഇതിനകത്ത് ആ മ്യൂസിക് വരുന്നൊരു സമയത്ത് കിട്ടുന്നൊരു നൊസ്റ്റാൾജിയ ഉണ്ട്. ആ മ്യൂസിക്കിൻ്റെ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ഉണ്ട്. അതൊക്കെ വരുമ്പോൾ കിട്ടുന്നൊരു ഗൂസ് ബംസ്. എക്സെപ്ഷണൽ വെബ് സീരീസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇരുന്ന് കണ്ടിട്ട് ഏറ്റവും അവസാനത്തോട് അടുക്കുമ്പോൾ സ്വിസ് മാനുഫാക്ചറിൻ്റെ അടുത്ത് JRD ടാറ്റ സംസാരിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്. യു വെർ നോട്ട് യു ഡിഡിൻ ഫെയിൽ, യു വെർ ഡിഫീറ്റഡ്. അതിന് വലിയ അർത്ഥമുണ്ട്. അത് കാണുക. ഏറ്റവും അതിൻ്റെയും അവസാനം ടുവേർഡ്സ് ദ ക്ലൈമാക്സ് റിയൽ സ്റ്റോറിയുടെ കാര്യങ്ങളെല്ലാം സാധാരണ എഴുതി കാണിക്കുന്നുണ്ട്. അതൊക്കെ ആസ് എ ഇന്ത്യൻ, നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വി ആർ ലൈക്ക് എ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നിടത്ത് നമുക്കെല്ലാം ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ആൾക്കാരുടെ ആ കേപ്പബിലിറ്റി. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ഫാക്ടറി ആരംഭിക്കുന്നത്. എഗെയിൻ, തമിഴ്നാട്ടിലെ ഒരു മിനിസ്റ്ററിനെ ആ കാലഘട്ടത്തിൽ 78 കാലത്തിലെ ഒരു ചീഫ് മിനിസ്റ്ററിനെ പോയി കാണുന്നു, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനെ പോയി കാണുന്നു. അപ്പോൾ ആ ചീഫ് മിനിസ്റ്റർ ടിപ്പിക്കൽ തമിഴിയൻ ഡ്രസ്സ് ഉണ്ടല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ്, ഒരു തോൾമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവർ ജനറലൈസ് ചെയ്യുകയായിരിക്കും, അങ്ങനെ ആയിരിക്കും കാണിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തൊട്ടടുത്ത സീനിൽ ഒരു വിദേശത്ത് നിന്ന് വാച്ച് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട് ചെയ്യുന്ന അവിടുത്തെ ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺട്രാക്ച്വൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു മനസ്സിലാക്കുക. അപ്പം ആ ട്രെയിനർ വന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഒരു സ്ട്രീറ്റിൽ. അപ്പോൾ അവിടുത്തെ അടുത്ത 20 കിലോമീറ്ററിൽ ഭക്ഷണമില്ല. അപ്പോൾ ഒരു തമിഴ് സ്ത്രീ, ഒരു സാധാരണ വീട്ടിലെ സ്ത്രീ ഇരുന്നിട്ട് പറയുന്നു, ഇവിടെ അടുത്തെങ്ങും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടില്ല, പക്ഷെ ഭക്ഷണം വേണമെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരിക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൾച്ചർ, നമ്മുടെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ കൾച്ചറിനെ പോർട്രേ ചെയ്യുന്നൊരു രീതിയുണ്ട്. എക്സെപ്ഷണൽ. അതാണ്, അങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ക്യാരക്ടേഴ്സിനെ കാണിക്കേണ്ടത്. അങ്ങനെയുള്ള മനുഷ്യരുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അങ്ങനെ ഇമോഷണലി ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്ക്രീൻ പ്ലേ, ഡയറക്റ്റഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു വെബ് സീരീസാണ് 100%. ഈ വെബ് സീരീസ് കണ്ടതിന് ശേഷം ഇതൊരു പ്രോപ്പർ റിവ്യൂ ആണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നതേ ഉള്ളൂ. ഈ വെബ് സീരീസ് കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു വാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അത് ടൈറ്റനാണ്. ദാറ്റ്സ് ഹൗ എന്താ പറയുക, ഇതിൻ്റെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വലുതാവും. ഈ കമ്പനി ഒരു സമയത്ത് എക്സെപ്ഷനലി ഗ്രോ ചെയ്യും, ടൈറ്റൻ. അതായത് നമുക്കിപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം, പക്ഷേ ആ വെബ് സീരീസിൽ നമുക്ക് എക്സെപ്ഷനലി ഗ്രോ ചെയ്തിട്ട് പുതിയ മാർക്കറ്റിംഗ് സ്റ്റാഫ് വരുന്നു, ഇവർക്ക് തമ്മിലിടയിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ അതെല്ലാം കാണിക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്. സോ നമുക്കൊരു കോർപ്പറേറ്റ് ലെവലിലാണെങ്കിലും, ഒരു ഹ്യൂമനൈസ്ഡ് ലെവലിലാണെങ്കിലും, ഒരു മെൻറ്ററിങ് ലെവലിലാണെങ്കിലും ഒക്കെ JRD ടാറ്റ ദ വിഷണറി, സെറക്സ് ദേശായി, ഇവരുടെയൊക്കെ ഒരു വിൽ പവർ, ഒരു പ്രശ്നം വരിക, സോറി ഐ ഫെയിൽഡ് യു, ഈ കമ്പനിയെ ഞാൻ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പുള്ളി പറയുന്നിടത്തു നിന്ന് ഒരു കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ട്
പുള്ളിക്കൊരു വിഷൻ വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ ഹോൾ ടീം ഇതിന് വേണ്ടിയിട്ട് എൻജിനീയറിങ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ അവസാനം വരെ എത്തുന്നത് എക്സെപ്ഷണൽ. നമുക്ക് പ്യുവർ ഗൂസ് ബംസ് തന്ന എനിക്ക് പ്യുവർ ഗൂസ് ബംസ് തന്ന എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു വെബ് സീരീസ്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഇതിൻ്റെ ഒരു വിധി എന്താണ്, ഇത് എത്ര അക്സെപ്റ്റഡ് ആണ് എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ വളരെ റാൻഡമായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഈ നെറ്റ്ഫ്ലിക്സിനും ആമസോണിനും രണ്ട് പ്രശ്നമുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ ഒരാഴ്ച മുമ്പ് വരുന്ന വെബ് സീരീസ് അവരപ്പോഴേ പ്രൊമോട്ട് ചെയ്യും. നിങ്ങളിത് കാണണോ, ഇത് റിമൈൻഡർ വെക്കണോ. ആമസോൺ ഈസ് ലൈക്ക് ജസ്റ്റ് ടേക്ക് ദ ഹോൾ 6 എപ്പിസോഡ്സ്. ഇഫ് യു വാണ്ട് ടു യു വാച്ച് ഇറ്റ്, അതർവൈസ് ലീവ് ഇറ്റ്. അതവിടെ കിടക്കും. അപ്പം നമ്മൾ തേടി പോയി കണ്ടുപിടിക്കണം, ന്യൂ റിലീസസ് ഒക്കെ നോക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷേ എന്തായാലും തപ്പിയെടുത്ത് കണ്ടതിൽ ഒരു മുത്ത് സാധനം. കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.